ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെ ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന +2 കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൻ്റെ ഒരു സമ്മറി വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന ഒരു സമ്മറി വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ അറിയേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല് അഥവാ എന്താണ് ഗാൽവനിക് സെല്ല് എന്ന. സിമ്പിളാ. ഇലക്ട്രോ കെമിക്കൽ സെല്ല് അഥവാ ഗാൽവനിക് സെല്ല് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന സെല്ലാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു റെഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന സെല്ലിനെ അല്ലെങ്കിൽ ആ ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല് അഥവാ ഗാൽവനിക് സെല്ല്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് അഥവാ ഗാൽവനിക് സെല്ല്. ഇനി മക്കളെ, ഗാൽവനിക് സെല്ലിൻ്റെ ടിപ്പിക്കൽ ആയിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. ഏതാത്? നമ്മളുടെ ഡാനിയൽ സെല്ലാണ്. ആ ഡാനിയൽ സെല്ല് കൃത്യമായി വരച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഡാനിയൽ സെല്ലിൽ 2 ബീക്കറുകളാണ് ഉണ്ടാവുക. അതിലൊരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റ്, രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ്. സിങ്ക് സൾഫേറ്റിലേക്ക് സിങ്ക് ഇലക്ട്രോഡ് ഇറക്കി വെക്കണം, കോപ്പർ സൾഫേറ്റിലേക്ക് കോപ്പർ ഇലക്ട്രോഡ് ഇറക്കി വെക്കണം. ആ ഇലക്ട്രോഡുകളെ കണക്ട് ചെയ്തുകൊണ്ടൊരു വയറ് വേണം. ആ വയറിനിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വോൾട്ട് മീറ്ററോ അല്ലെങ്കിൽ ബൾബോ സ്വിച്ചോ ഒക്കെ വെക്കാം. മിനിമം ഒരു വയറെങ്കിലും അത് ആ 2 ഇലക്ട്രോഡുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ വെക്കേണ്ടതുണ്ട്. ഇനി മക്കളെ, 2 സൊല്യൂഷനെയും ശ്രദ്ധിച്ച് കേൾക്ക്, 2 സൊല്യൂഷനെയും കണക്ട് ചെയ്യുന്ന രൂപത്തിൽ സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ആരാടാളേ? സാൾട്ട് ബ്രിഡ്ജ്. ഇത് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ വരക്കാൻ നിങ്ങൾക്ക് കഴിയുക എന്നുള്ളത് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഡാനിയൽ സെല്ലിൽ മക്കളെ, ഡാനിയൽ സെല്ലിൽ ആരാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക്. ആരാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുക? കോപ്പർ. ഇനി മക്കളെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ആനോഡിൽ നടക്കുക? ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. എന്നാൽ കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്താ? കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് റിഡക്ഷൻ ആണ്. ഏതാടാ? റിഡക്ഷൻ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെയാ ഇവിടെ ഓക്സിഡേഷൻ നടക്കുക? സിമ്പിളാണ്. അതായത് സിങ്ക് എന്ന് പറയുന്ന മെറ്റല്, സിങ്ക് എന്ന് പറയുന്ന മെറ്റല് 2 ഇലക്ട്രോണ് വിട്ടുകൊടുത്ത് Zn2+ ആയി മാറുന്നതാണ് ഓക്സിഡേഷൻ. സിങ്ക് എന്ന് പറയുന്ന മെറ്റല് മക്കളെ 2 ഇലക്ട്രോണ് വിട്ടുകൊടുത്ത് Zn2+ ആയി മാറുന്നതാണ് ഇവിടെയുള്ള ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി റിഡക്ഷനിലേക്ക് വന്നാലോടാ, വളരെ സിമ്പിളാണ്. കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പർ 2+ എന്ന് പറയുന്ന അയോണ് ആനോഡിൽ നിന്ന് വരുന്ന 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ മെറ്റലായി മാറുന്നതാണ് ഇവിടെയുള്ള റിഡക്ഷൻ. അതായത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് ഓക്സിഡേഷൻ, ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് റിഡക്ഷൻ. ഇനി മക്കളെ ഒരു കാര്യമുണ്ട്, ആനോഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, കാഥോഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ ഒരു ഔട്ട്ലൈൻ വരക്കാൻ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. അവിടെ ആരാ ആനോഡ്, ആരാ കാഥോഡ്, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ, അവരുടെ റിയാക്ഷൻ എന്താ, അവിടെ ചാർജ് എന്താ, കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ഡാനിയൽ സെല്ലിൽ നിന്ന് ഈ ഡാനിയൽ സെല്ലിൽ ഒരു റെഡോക്സ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. കാര്യം ഇവിടെ ഓക്സിഡേഷനും ഇവിടെ റിഡക്ഷനും നടക്കുന്നില്ലേ? ഉണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ഒരു ഓവറോൾ റിയാക്ഷൻ എഴുതാം. എങ്ങനെയാണെന്നറിയോ? സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗീവ്സ്, നോക്കൂ, ഇവിടെ സിങ്ക്, ഇവിടെ കോപ്പർ 2+, ഇലക്ട്രോണിനെ മാറ്റി നിർത്തി, ഗീവ്സ്. സിങ്ക് എന്തായിട്ടാ ഓക്സിഡൈസ് ചെയ്യുന്നത്? Zn2+ ആയിട്ടാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്. കോപ്പർ 2+ എന്തായിട്ടാ റെഡ്യൂസ് ചെയ്യുന്നത്? കോപ്പർ മെറ്റൽ ആയിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ്
ഇവിടെ ഉള്ള എന്ത് എന്ന് പറയുന്നത് റെഡോക്സ് റിയാക്ഷൻ. ഈ റെഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഏതാണ് ആ പൊട്ടൻഷ്യൽ? ഡാനിയൽ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. എത്ര വോൾട്ടാടാ? കാണാതെ പഠിക്ക്. 1.1 വോൾട്ട് പൊട്ടൻഷ്യൽ ആണ് ഡാനിയൽ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയണം, ആനോഡ് കാഥോഡ് കൃത്യമായി അറിയണം, ഓവറോൾ റെഡോക്സ് റിയാക്ഷൻ അറിയണം, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അറിയണം. ഇനി നോക്കൂ, ഇവിടെ ഈ രണ്ട് സൊല്യൂഷനെയും കണക്ട് ചെയ്യുന്ന രൂപത്തിൽ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ? സാൾട്ട് ബ്രിഡ്ജിന്റെ രണ്ട് ഫങ്ഷൻസ് ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അതിലൊന്നാമത്തെ ഫങ്ഷൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് 2 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സാൾട്ട് ബ്രിഡ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ. രണ്ടാമത്തത് ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക മാത്രമല്ല ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഡാനിയൽ സെല്ലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് എന്ന കാര്യം ഓർമ്മയിലുണ്ടാവണം. അത് കൃത്യമായി പഠിക്കണം. ഓക്കെ ആണല്ലോടാ പറഞ്ഞേ? പോയിന്റ് ക്ലിയർ ആണല്ലോ? 2 പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നമ്മൾ പോകുന്നത് എന്താ മക്കളെ? റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗാൽവനിക് സെൽ. ഒരു ഗാൽവനിക് സെൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ശ്രദ്ധിച്ചോ. ആദ്യം തന്നെ ഞാൻ ഡാനിയൽ സെൽ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് പറയാം കേട്ടോ. നോക്കിക്കോ, ഡാനിയൽ സെല്ല് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് പറയാം. എങ്ങനെയാ ഇത് ചെയ്യാം? വളരെ സിമ്പിളായ കാര്യമാണ്. അതായത് ആദ്യം തന്നെ ആനോഡ്, ഡാനിയൽ സെല്ലിലെ ആനോഡ് ആരാ? സിങ്ക്. എന്നിട്ടൊരു വെർട്ടിക്കൽ ലൈനോ അല്ലെങ്കിൽ ഒരു സ്ലാഷോ ഇടുക. എന്നിട്ടോ ആനോഡ് ഇട്ട് വെച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് അതാരാ? സിങ്ക് സൾഫേറ്റ്. അപ്പോൾ ഇവിടെ സിങ്ക് സൾഫേറ്റ് എന്ന് എഴുതാം. അത് ഫുള്ള് എഴുതണമെന്ന് നിർബന്ധമില്ല. അതിൽ ആരെ മാത്രം എഴുതിയാൽ മതി? കാറ്റയോണ് മാത്രം എഴുതിയാൽ മതി. ഫുള്ളായിട്ട് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് ആ ഇലക്ട്രോലൈറ്റിലുള്ള Zn2+ എന്ന് പറയുന്ന കാറ്റയോണ് മാത്രം എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇവിടെ സിങ്ക് സൾഫേറ്റ് എന്ന് ഫുൾ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അതിനെയും ചുരുക്കി Zn2+ എന്ന് മാത്രം എഴുതാം. അപ്പോൾ ആനോഡ് കഴിഞ്ഞു. സിങ്ക് സൾഫേറ്റിൽ സിങ്ക് വെച്ചോ, അതല്ല ആനോഡ്. പിന്നെ എന്താ ഉള്ളത്? സാൾട്ട് ബ്രിഡ്ജ്. അത് നിങ്ങൾക്കൊരു ഡബിൾ സ്ലാഷ് അഥവാ ഡബിൾ വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ആനോഡിന്റെ ഭാഗം കഴിഞ്ഞു, സാൾട്ട് ബ്രിഡ്ജ് കഴിഞ്ഞു. ഇനി കാഥോഡല്ലേ? കാഥോഡിൽ ആദ്യം റെപ്രസെന്റ് ചെയ്യേണ്ടത് കാഥോഡിന്റെ ഇലക്ട്രോലൈറ്റാ. അത് കോപ്പർ സൾഫേറ്റ് അല്ലേ? അതെ. പക്ഷെ അത് ഫുള്ള് റെപ്രസെന്റ് ചെയ്യണ്ട. അത് കോപ്പർ 2+ എന്നുള്ള കാറ്റയോണിനെ മാത്രം റെപ്രസെന്റ് ചെയ്താൽ മതി. വീണ്ടും ഒരു സ്ലാഷ്. എന്നിട്ടോ കാഥോഡ്. അരമക്കളെ കാഥോഡ്, കോപ്പറ കാഥോഡ്. ഇങ്ങനെയാണ് ഒരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുക. ആദ്യം ആനോഡ്, പിന്നെ ഇലക്ട്രോലൈറ്റിലെ കാറ്റയോണ്, ഡബിൾ സ്ലാഷ് അഥവാ സാൾട്ട് ബ്രിഡ്ജ്, പിന്നെ കാഥോഡിന്റെ ഇലക്ട്രോലൈറ്റിലെ കാറ്റയോണ്, പിന്നെ കാഥോഡ്. ഓക്കെ, ഏതൊരു സെല്ലാണെങ്കിലും ഈ ഫോർമാറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മക്കളെ നോക്കൂ, എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? എന്താ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മളോട് ചോദിക്കില്ല. അതായത് ഒരു ഇലക്ട്രോഡ് നമ്മൾ എടുത്താൽ അതിനൊന്നെങ്കിൽ ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. എന്താ ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുക, ഗെയിൻ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, അതിനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ഏതൊരു ഇലക്ട്രോഡിനും ഉണ്ടാവും. ആ ടെൻഡൻസിയുടെ പേരാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് എടുക്കുന്നതെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാ റെപ്രസെന്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാ പറയുക. അതിന് E0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഒന്നുമില്ല, ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഡാനിയൽ സെല്ലിൽ സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയല്ലേ, അപ്പോൾ അയാൾക്ക് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. കോപ്പർ ഇലക്ട്രോൺ സ്വീകരിക്കല്ലേ, അയാൾക്ക് സ്വീകരിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഒരു ഗാൽവനിക് സെൽ എടുത്താൽ അവിടെയുള്ള 2 ഇലക്ട്രോഡുകൾക്കും എന്തിനെങ്കിലും ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസിയുടെ പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്താ മക്കളെ ആ ടെൻഡൻസിയുടെ പേര്? ആ ടെൻഡൻസിയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നോക്കൂ, സെൽ പൊട്ടൻഷ്യൽ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അതായത് ഒരു ഗാൽവനിക് സെൽ എടുത്താൽ
അവിടെ ആനോഡ് ഉണ്ടാവും, അവിടെ കാഥോഡ് ഉണ്ടാവും. ആ രണ്ടുപേർക്കും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ സെല്ല് അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയാം. നോക്കൂ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് ഓഫ് എ ഗാൽവനിക് സെല്ല്. ഒരു ഗാൽവനിക് സെല്ലിലുള്ള രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൽ പൊട്ടൻഷ്യൽ അഥവാ ഈ സെല്ല് എന്ന് വിളിക്കുക. ഇനി നോക്കൂ മക്കളെ, ഈ സെൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സിമ്പിൾ ആണ്. ഈ സെൽ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചേ, ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ്. മക്കളെ, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. എങ്ങനെ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ സെല്ല് കാണാനുള്ള ഇക്വേഷൻ. ഈ കാഥോഡ് മൈനസ് പറ മക്കളെ, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എങ്ങനെയാണെന്നറിയോ? കാഥോഡ് എപ്പോഴും റൈറ്റിലുണ്ടാവും അല്ലേ? ഡാനിയൽ സെല്ലിന്റെ റൈറ്റിലല്ലേ കോപ്പർ ഉള്ളത്? അതെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ റൈറ്റ് എന്ന് എഴുതാം, മൈനസ് ഈ ലെഫ്റ്റ് എന്ന് എഴുതാം. ഓക്കെ, അത് വേണമെങ്കിൽ ചുരുക്കി ഈ ആർ മൈനസ് ഈ എൽ എന്നൊക്കെ എഴുതാറുണ്ട്. അപ്പൊ ഒന്നുമില്ല, ഒരു ഗാൽവനിക് സെല്ലില് രണ്ട് ഇലക്ട്രോഡുകളല്ലേ ഉള്ളേ? ആ ഇലക്ട്രോഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ സെൽ അഥവാ സെൽ പൊട്ടൻഷ്യൽ. ഇനി മക്കളെ, ഇത് തന്നെയാണ് ഇ എം എഫ് എന്ന് പറയുന്നത്. പക്ഷെ ഇ എം എഫ് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ആ സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ പാടില്ല. കറണ്ട് ഫ്ലോ ചെയ്യാതിരിക്കുമ്പോൾ ആ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇ എം എഫ് എന്ന് പറയാം. നോക്കൂ നിങ്ങൾ, ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് വെൻ നോ കറണ്ട് ഈസ് ഫ്ലോ ത്രൂ ദ സെൽ. സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാതിരിക്കുമ്പോൾ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇ എം എഫ് എന്ന് പറയാ. അപ്പൊ മക്കളെ, നിങ്ങളോട് ഇ എം എഫ് കാണാൻ പറഞ്ഞാൽ എന്ത് തന്നെയാ ചെയ്യേണ്ടത്? ഈ കാഥോഡ് മൈനസ് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നാ പറയേണ്ടത്. എന്താ മക്കളെ പറയണ്ടേ? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നാ പറയേണ്ടത്. ഓക്കെ ആണോ പറഞ്ഞത്? യെസ്. അപ്പം ഡാനിയൽ സെല്ല് പഠിച്ചു, സെല്ല് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു, ഈ സെൽ അഥവാ ഇ എം എഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പഠിച്ചു അല്ലേ? ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരക്കാൻ നമുക്കറിയണം. ഇതിങ്ങനെ തന്നെ അച്ചടിച്ച് വെക്കണമെന്നില്ല. നോക്കൂ, ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു ബീക്കറിൽ 1 മോളാർ കോൺസെൻട്രേഷനിലുള്ള ആസിഡ് സൊല്യൂഷൻ എടുക്കുക. അതിലേക്കൊരു പ്ലാറ്റിനത്തിൻ്റെ വയറ് വരുന്നുണ്ട്, പ്ലാറ്റിനത്തിൻ്റെ വയറ്. അത് നേരെ കയറുന്നത് ഒരു സീൽഡ് ട്യൂബിലേക്കാണ്. ആ പ്ലാറ്റിനത്തിൻ്റെ വയറിൻ്റെ എൻഡിൽ ഒരു പ്ലാറ്റിനത്തിൻ്റെ ഫോയിലുണ്ട്. ഇത് പ്ലാറ്റിനത്തിൻ്റെ വയറാണ്, ഇത് പ്ലാറ്റിനത്തിൻ്റെ ഫോയിലാണ്. ഈ വയർ നേരെ ഒരു സീൽഡ് ട്യൂബിലേക്കാണല്ലോ കയറിയത്. ആ സീൽഡ് ട്യൂബിലൂടെ പ്യുവർ ആയിട്ടുള്ള ഹൈഡ്രജൻ ഗ്യാസ് 1 ബാർ പ്രഷറിലും 298 കെൽവിനിലും നമ്മൾ ഈ സീൽഡ് ട്യൂബിലൂടെ കടത്തിവിടുക. അപ്പോൾ ആ ഗ്യാസ് ഇങ്ങനെ സീൽഡ് ട്യൂബിലൂടെ കടന്നു വന്ന് ഈ പ്ലാറ്റിനം ഫോയിലിൻ്റെ അടുത്ത് നിന്ന് അതിങ്ങനെ ബബിളായിട്ട് മുകളിലേക്ക് പോകും. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അഥവാ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയണം. കാര്യം ഒരു തവണ ഇത് ഡ്രോ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം. ജസ്റ്റ് ബേസിക് ആയ കാര്യങ്ങൾ നമുക്കറിയണം. ഇനി 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്തിനാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത്? വളരെ സിമ്പിളാണ്. ഒരു ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്താ മക്കളെ ഞാൻ പറഞ്ഞേ? ഒരു ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ പറ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് 0 വോൾട്ടിലാണ്. ഇതിന്റെ പൊട്ടൻഷ്യൽ എത്രയാ മക്കളെ? 0 വോൾട്ട് ആണ്. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന് ആനോഡായും ആക്ട് ചെയ്യാം, കാഥോഡായും ആക്ട് ചെയ്യാം. ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എന്താ മക്കളെ സംഭവിക്കുക? അയാൾക്ക് ഓക്സിഡേഷനാ സംഭവിക്കുക. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നറിയോ? H2 ഗ്യാസ് എടുക്കുക.
H2 എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ. അതിൽ ഞാൻ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2ന്റെ ഹാഫ് എത്രയാ? 1 അല്ലേ? അപ്പോൾ 1 ഹൈഡ്രജൻ. അയാൾക്ക് എന്താ സംഭവിക്കുക? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് എന്തായിട്ട് മാറും? H+ ആയിട്ട് മാറും. എന്തായിട്ട് മാറും മക്കളെ? H+ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? പ്ലസ് എന്താ? 1 ഇലക്ട്രോൺ. ക്ലിയർ ആണോടാ പറഞ്ഞേ? ക്ലിയർ ആണോടാ പറഞ്ഞ? അതായത് ഒന്നുമില്ല, ഹാഫ് H2 എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജനാ. ആ ഒരു ഹൈഡ്രജൻ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് H+ ആവുക. ആ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുക. ഇനി അയാൾ കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ റിഡക്ഷനാ സംഭവിക്കുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ H+ 1 ഇലക്ട്രോൺ സ്വീകരിക്കും. H+ 1 ഇലക്ട്രോൺ സ്വീകരിച്ച് ഹാഫ് H2 ആയി മാറുന്നതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ, ഒരു ഗ്യാസ്, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് അല്ലേ, ഒരു ഗ്യാസിന് ഒരു ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഒരു മെറ്റലിൻ്റെ ഹെൽപ്പ് വേണം. അതിനാണ് ഒരു ഇനേർട്ടായിട്ടുള്ള പ്ലാറ്റിനം വയർ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ സെൽ റെപ്രസെൻറ്റേഷൻ്റെ സമയത്ത് ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ പ്ലാറ്റിനം ഇടണം, അല്ലെങ്കിൽ ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യണം? പ്ലാറ്റിനം ഇടണം. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവരെ നിങ്ങളോട് റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോഴേ, ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? H ഉണ്ടല്ലോ, ഹാഫ് H2 ഉണ്ടല്ലോടാ, ഹാഫ് H2 ഹാഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഹാഫ് എന്നൊന്നും കൊടുക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഞാൻ പറയാം. നോക്കൂ, H2 ആണ് നമ്മുടെ ഗ്യാസ് അല്ലേ? അതെന്തായിട്ടാണ് മാറുന്നത്? H+ ആയിട്ടാണ് മാറുന്നത്. എന്തായിട്ടാണ് മാറുന്നത്? H+. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇയാൾ ഓക്സിഡൈസ് ചെയ്തിട്ട് H+ ആയതല്ലേ? അപ്പോൾ ഇയാൾ ഇവിടെ ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്തല്ലോ. അപ്പോൾ ഇയാൾക്ക് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണോടാ? ഒരു മെറ്റലിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ അതാണ് പ്ലാറ്റിനം. അപ്പോൾ ഇതിൻ്റെ മുന്നേ പ്ലാറ്റിനം എഴുതിയൊരു കോമ്പ ഇടണം, അല്ലെങ്കിൽ ഒരു സ്ലാഷ് ഇടണം. ഇനി അതേസമയം ഇയാൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡായിട്ട് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ റിഡക്ഷനാണ്. അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? അവിടെ H+ എന്ന് പറയുന്ന ആള് ഇലക്ട്രോൺ സ്വീകരിച്ച് ഹാഫ് H2 ആയിട്ടല്ലേ മാറുക. റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഹാഫ് എന്നൊന്നും കൊടുക്കേണ്ടതില്ല. പക്ഷേ നോക്കൂ, ഇത് ഗ്യാസ് വന്നാൽ അതിൻ്റെ കൂടെ ആര് വേണം? ഒരു മെറ്റൽ വേണം. അപ്പോഴാണ് അയാൾക്ക് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ട് ഉണ്ടാവണം. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിയണം, അയാളുടെ പൊട്ടൻഷ്യൽ അറിയണം. ആനോഡായും കാഥോഡായിട്ടും ആക്ട് ചെയ്യാറുണ്ട്. ആനോഡാണെങ്കിൽ ഓക്സിഡേഷൻ, കാഥോഡാണെങ്കിൽ റിഡക്ഷൻ ആണ്. അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയും. ഓക്കെ ആണോ പറഞ്ഞേ? യെസ്. അടുത്ത പോയിന്റിലേക്ക് വാ. ഒരു സെല്ല് ഇവിടെ തന്നിട്ടുണ്ട് മക്കളെ. ഇത് കണ്ടാൽ തന്നെ അറിയാലോ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലേ? അത് ആണ്. ഇയാളുടെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് അല്ലേ? അതെ. ഇതിൻ്റെ യൂസ് എന്താ? ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുക എന്നുള്ളതല്ലേ യൂസ്? യെസ്. ഇനി ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നെർൺസ്റ്റ് ഇക്വേഷൻ. എന്താണ് നെർൺസ്റ്റ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ, ഒരു ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ആ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് നെർൺസ്റ്റ് ഇക്വേഷൻ. രണ്ടാളുകളെ കണക്ട് ചെയ്യുന്നത്, ഒന്ന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ, 2 ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനെ. നോക്കൂ നിങ്ങൾ, ഒന്ന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ, 2 ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷന്. ഈ 2 കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെർൺസ്റ്റ് ഇക്വേഷൻ. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഇതെന്താ വായിക്കുക? Mn+m ആവുക എന്ന് പറഞ്ഞാൽ Mn+n ഇലക്ട്രോൺ സ്വീകരിച്ച് അഥവാ റെഡ്യൂസ് ചെയ്ത് m ആയി മാറുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്, പക്ഷെ ഒരു 0 ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാ. അപ്പൊ ഒന്ന് വായിച്ചേ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു Ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെർൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയാ. ഇനി ഒരു മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ 1 ആണ്. അപ്പം അത് മാറ്റി ഞാനിവിടെ 1 എന്ന് കൊടുത്തു, വേറൊന്നുമില്ല. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? Ln ലോഗാക്കാൻ,
ln ലോഗാക്കാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഞാനിവിടെ ചെയ്തത്. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റാ, അതിൻ്റെ വാല്യൂ 8.314 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. T എന്ന് പറഞ്ഞ ടെമ്പറേച്ചറാ, അത് 298 നമ്മൾ എടുത്തു, സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തു. ഇനി Na എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോഡ് പ്രോസസ്സിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ്, അത് എല്ലാത്തിലും സെയിം ആവില്ല. അപ്പം എന്നെ അതേപോലെ ഞാൻ എണ്ണിന്ന് എടുത്തിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ ഫാരഡേ കോൺസ്റ്റന്റാ, അത് 96,500 അതിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്ക്, ആറിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്, ടീൻ്റെ വാല്യൂ ഉണ്ട്, എഫിൻ്റെ വാല്യൂ ഉണ്ട്, എൻ അതേപോലെ എഴുതി. സാറേ 2.303 എന്താ? എടാ ln LOG ലോഗാക്കണമെങ്കിൽ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാ നമ്മൾ ചെയ്തത്. അത് ചെയ്തത് കൊണ്ടാണ് ln പകരം എന്ത് എഴുതിയത്? ലോഗ് എഴുതിയത്. ഇനി ഇവിടെ n അല്ലാത്ത ഈ ആളുകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്താൽ 0.059 എന്നാ വരിക. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ്. എന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ n ലോഗ് ലോഗ് 1 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ എന്നുള്ളതാണ് നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റാ, ഇത് പഠിക്കാതെ പോകരുത്. ഇനി മക്കളെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഏതൊരു ഗാൽവനിക് സെല്ലിൽ റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഡാനിയൽ സെല്ല് റെപ്രസെന്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഡാനിയൽ സെല്ല് ആരാ കാഥോഡ്? കോപ്പർ. അങ്ങനെയാണെങ്കിൽ Mn+M ആവുന്നു എന്ന് പറയുന്നതിന് പകരം copper 2+ കോപ്പർ ആവുന്നു എന്നല്ലേ പറയണ്ടേ? യെസ്. അപ്പോൾ ഇവിടെയൊക്കെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ വരും നോക്ക്. ഡാനിയൽ സെല്ലിലെ കാഥോഡ് ഈ copper 2+ കോപ്പർ ആവുന്നു, E0 copper 2+ കോപ്പർ ആവുന്നു. അവിടെ ഉള്ള പോലെ തന്നെ 0.059. ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്, അതുകൊണ്ട് 2 എന്ന് കൊടുത്തു. ലോഗ് 1 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് copper 2+. ഇനി copper 2+ മാറ്റിയിട്ട് Zn2+, കോപ്പർ മാറ്റി Zn എഴുതിയാൽ അത് ആനോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ആയി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയടാ? നേൺസ്റ്റ് ഇക്വേഷൻ ഒരു ഗാൽവനിക് സെല്ലിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുമെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എഴുതി പഠിക്കേണ്ട കാര്യമാണ്. ഇനിയോ ഇത് വെച്ച് നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാടാ? എടാ, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡിനെയല്ലേ ഈ സെൽ അഥവാ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയാ. അപ്പൊ ഈ കാഥോഡ് നിന്ന് ഈ ആനോഡ് മൈനസ് ചെയ്താൽ ഈ സെല്ല്, E0 കാഥോഡ് നിന്ന് E0 ആനോഡ് മൈനസ് ചെയ്താൽ E0 സെല്ല് അല്ലേ. 0.059 ഡിവൈഡ് ബൈ 2 അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ലോഗ് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. എടാ, ലോഗ് 1 copper 2+ മൈനസ് ലോഗ് 1 Zn2+ ചെയ്താൽ എങ്ങനെ വരിക അറിയാം? ലോഗ് എക്സ് മൈനസ് വൈ എന്നുള്ളത് ലോഗ് x/y ആവും. അപ്പം ലോഗ് 1 copper 2+ ഡിവൈഡഡ് ബൈ 1 Zn2+ വരും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Zn2+ മുകളിലും copper 2+ താഴെയാവും. അതുകൊണ്ടാണ് താഴെ എത്തിയപ്പോൾ Zn2+ മുകളിലേക്ക് വന്നത്. അവിടെ എന്ത് നടന്നതാ? അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടന്നതാ. എങ്ങനെയെന്ന് മനസ്സിലായോടാ? അതായത് 1 copper 2+ ബ്രാക്കറ്റ് ഞാൻ ഇടുന്നില്ല, ഡിവൈഡഡ് ബൈ 1 Zn2+. ഇങ്ങനെയല്ലേ ഉള്ളേ? അതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 copper 2+ ഇൻറ്റു ഇത് മുകളിലേക്ക് ഇട് Zn2+ ഡിവൈഡഡ് ബൈ 1. അപ്പോൾ Zn2+ മുകളിലേക്ക് വന്നു, copper 2+ താഴേക്ക് വന്നു. അതവിടെ എഴുതിയത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് പഠിച്ചിരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഐഡിയ ആണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല മക്കളെ, ഒരു കോംപ്രമൈസും അതിലില്ല. വെരി ഇമ്പോർട്ടൻ്റ് ഐഡിയ. രണ്ടാമത്തെ കാര്യം, അത് ഡാനിയൽ സെല്ലിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഏത് സെല്ലിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അത് വെച്ച് ഈ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണല്ലോ? യെസ്. അത് നോക്കൂ നിങ്ങൾ. ഡാനിയൽ സെല്ല് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അവിടെ ആനോഡിലും കാഥോഡിലും ഏതാ? സിങ്ക് ആനോഡ്, കോപ്പർ കാഥോഡ്. നേൺസ്റ്റ് ഇക്വേഷൻ നമ്മളിപ്പോൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മക്കൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ അവിടെ അവസാനം കിട്ടിയൊരു സാധനം ഉണ്ടല്ലോ. എന്താ? ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെല്ല്. ഇ സെൽ ഇസ് ഈക്വൽ ടു എന്താ? E0 സെല്ല് മൈനസ് 0.059 ഡിവൈഡഡ് ബൈ n. ജനറലി എടുത്താൽ n വരും. n ലോഗ് 1 ഡിവൈഡഡ് ബൈ എന്താ നമുക്ക് കിട്ടിയേ? സോറി,
നമ്മൾ ഡാനിയൽ സെല്ലിലേക്കാണ് വരുന്നതെങ്കിൽ എന്താ പറയുക, ലോഗ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ കോപ്പർ 2 പ്ലസ്, അങ്ങനെയാണല്ലോ കിട്ടുക. എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണ് വരിക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് QC അല്ലെങ്കിൽ റിയാക്ഷൻ കോഷ്യൻ്റ് QC ആയിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഇങ്ങനെ മാറ്റി എഴുതുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയട്ടെ. അറ്റ് ഇക്വിലിബ്രിയം മക്കളെ, അറ്റ് ഇക്വിലിബ്രിയത്തിൽ ഈസെൽ എന്താണെന്നറിയോ മക്കളെ? ഈസെൽ എന്താണെന്നറിയോ? 0 ആണ്. QC എന്ന് പറയുന്ന റിയാക്ഷൻ കോഷ്യൻ്റ് എന്താണെന്നറിയോ? KCക്ക് ഈക്വല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ? ഈ ഈസെല്ലിൻ്റെ സ്ഥാനത്ത് 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ n ലോഗ് QCൻ്റെ സ്ഥാനത്ത് KC എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, E0 സെൽ ഞാൻ എടുക്കുകയാണേ. E0 സെല്ല് ഈക്വൽ ടു ഈ മൈനസ് ഉള്ളത് ഇങ്ങോട്ട് എത്തുമ്പോൾ പ്ലസ് ആവൂലേ? അപ്പോൾ പ്ലസ് 0.059 ഡിവൈഡഡ് ബൈ n ലോഗ് KC എന്ന് വരും. ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്. ഇതേപോലെ മക്കളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു റിലേഷൻ ഞാൻ പറയാം. എന്താ? ഒരു റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എങ്ങനെയാ മക്കളെ? ഒരു റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് is equal to എന്തിന് ഈക്വൽ ആണെന്നറിയോ? മൈനസ് NF E0 സെല്ല്. മൈനസ് NF എന്താടാ? E0 സെല്ല്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. നേൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പം അതിൽ എന്താണ് നേൺസ് ഇക്വേഷൻ എന്ന് കൃത്യമായി അറിയണം. അത് ഡാനിയൽ സെല്ല് പോലത്തെ സെല്ലിൽ കാഥോഡിലും ആനോഡിലും അപ്ലൈ ചെയ്യാൻ അറിയണം. അത് വെച്ച് ഈ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. അത് മാറ്റിയിട്ട് എന്താ പറയുക, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിലേക്ക് KCയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഡെൽറ്റ ജിയും E0 സെല്ലും തമ്മിലുള്ള റിലേഷനും നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. കാര്യം അവിടുന്ന് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പം ഇത് നിങ്ങൾ പഠിക്കാതെ പോവരുത്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്ന കാര്യമാണ്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തത് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ മക്കളെ മോളാർ കണ്ടക്ടിവിറ്റി? വളരെ സിമ്പിളാണ്. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഒരു മോൾ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി. നോക്കൂ നിങ്ങൾ, മോളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. എന്താടാ K എന്ന് പറഞ്ഞാൽ കാപ്പ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. പ്രോബ്ലം വരാറുണ്ട്. നോക്കൂ നിങ്ങൾ, ദ കണ്ടക്ടിവിറ്റി ഓഫ് 0.2 മോളാർ സൊല്യൂഷൻ ഓഫ് KCl at 298 തന്നിട്ടുണ്ട്. മോളാർ കണ്ടക്ടിവിറ്റിയാണ് കാണേണ്ടത്. പറ, മോളാർ കണ്ടക്ടിവിറ്റി എന്താ? കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. കാപ്പയല്ലേ തന്നെ? 0.0248 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി എത്രയാടാ? 0.2. ചെയ്താൽ ആൻസർ കിട്ടൂലേ? കിട്ടും. അപ്പൊ ഈ ആൻസറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മൊളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ടാവണം. ആ ഇക്വേഷൻ സേഫ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം? പിന്നൊരു പ്രശ്നവുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാ. ഓക്കെ ആണല്ലോടാ? ഇനി എന്താ വേണ്ടതെന്ന് അറിയോ? നമ്മളിപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷൻ മാറുമ്പോൾ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിലാദ്യത്തത് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. അതിൽ സിമ്പിൾ പോയിന്റ് ആണ്. അതായത് കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത് കാപ്പ അഥവാ കണ്ടക്ടിവിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും ശരി, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും ശരി, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുക. അതെന്താ കാര്യം എന്നറിയോ? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ 2 പോയിന്റ് സിമ്പിളായിട്ടൊന്ന് എഴുതി വെക്കണം. അതായത് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ
കണ്ടക്ടിവിറ്റി കുറയും. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയാനുള്ള റീസൺ എന്താ? നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം കുറയുന്നത് കൊണ്ടാണ്. നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം കുറയുന്നത് കൊണ്ടാ. ആ പോയിന്റ് മറക്കരുത്. അടുത്ത പോയിന്റിലേക്ക് പോവാം. മൊളാർ കണ്ടക്ടിവിറ്റി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. നോക്ക്, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുകയല്ലേ ചെയ്തത്? അതെ, പക്ഷെ മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാ ചെയ്യുന്നത്. എന്താ മക്കളെ പറഞ്ഞേ? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുകയാ ചെയ്യുക, പക്ഷേ മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാ ചെയ്യുക. കണ്ടക്ടിവിറ്റി കുറയും, പക്ഷെ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. അവിടെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അതിൻ്റെ റീസൺ എന്താ? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇന്റർ അയോണിക് ഇന്ററായോണിക് കുറയുന്നത് കൊണ്ടാണ്. അതായത് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മൊളാർ കണ്ടക്ടിവിറ്റി കൂടാനുള്ള റീസൺ എന്താ? ഈ അയോണുകൾക്കിടയിലുള്ള ഇന്ററാക്ഷൻ അഥവാ അട്രാക്ഷൻ കുറയും. അട്രാക്ഷൻ കുറഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മൊളാർ കണ്ടക്ടിവിറ്റി കൂടുന്നത്. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും കൂടും, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും കൂടും. പക്ഷെ കൂടുന്നതുണ്ടല്ലോ, ഒരേപോലെയല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എങ്ങനെയാണ് കൂടുന്നത്? നോക്കിക്കോ, ഞാനൊരു ഗ്രാഫ് വരക്കാം. ഈ ഗ്രാഫിൻ്റെ വൈ ആക്സിസിൽ ഞാൻ മൊളാർ കണ്ടക്ടിവിറ്റി എടുത്തു, എക്സ് ആക്സിസിൽ ഞാൻ സി ആണ്, അല്ലെങ്കിൽ റൂട്ട് സി ആണ്. ബേസിക്കലി പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ് എടുക്കുന്നത്. നോക്കിക്കോ, നിങ്ങൾ ഗ്രാഫ് എങ്ങനെയാണ് വരാമെന്നറിയോ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരാം. ഇതാരാ? ഇത് KCl. ആരാത്? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റാ. എന്താ പ്രത്യേകത? കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത് ഈ മൊളാർ കണ്ടക്ടിവിറ്റി ഇങ്ങനെ റെഗുലറായിട്ട് സ്റ്റഡി ആയിട്ട് കൂടി ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? അത് നമ്മൾ നീട്ടി വരച്ചാലേ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അഥവാ മാക്സിമം ഡൈല്യൂഷനിലുള്ള കണ്ടക്ടിവിറ്റി കിട്ടും. മാക്സിമം ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറച്ച് കൊണ്ട് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ നടത്തുക. മാക്സിമം കോൺസെൻട്രേഷൻ നമ്മൾ കുറയ്ക്കുക. അപ്പം എന്താ സംഭവിക്കുക അറിയോ? ആ സൊല്യൂഷൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി എപ്പോഴായിരിക്കും? അതിനെയാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക. കണ്ടക്ടിവിറ്റിയുടെ സിമ്പിൾ അതിൻ്റെ മുകളിൽ ഒരു 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. എങ്ങനെ കിട്ടുക? ഗ്രാഫ് നീട്ടി വരച്ചാൽ മതി. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്ന് പറയും? ഇങ്ങനെയാണ് വരിക. ഇത് അസറ്റിക് ആസിഡ് CH3COOH, അതൊരു വീക്ക് ഇലക്ട്രോലൈറ്റാ. അയാളെ ഗ്രാഫ് നീട്ടി വരച്ചാൽ അതെന്ത് ചെയ്യില്ല? അത് നമ്മുടെ വൈ ആക്സിസുമായി ടച്ച് ചെയ്യില്ല. കാര്യം ഇത് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് കൂടുന്നത്. അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? യെസ്. അപ്പോൾ എൻ്റെ പോയിന്റ് വളരെ സിമ്പിളാണ്. അതായത് കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും ഒരേപോലെയല്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് റെഗുലറായിട്ട് സ്റ്റഡി ആയിട്ടാണ് കൂടുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റ് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് കൂടുന്നത്. ഗ്രാഫ് നീട്ടി വരച്ചാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കിട്ടില്ല. അപ്പോൾ ഇതെന്താ പറഞ്ഞേ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വെൻ ഡൈല്യൂഷൻ റീച്ചസ് മാക്സിമം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക, ഓർ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് ടു 0, അതായത് എന്താ പറയുക, കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. അതായത് മാക്സിമം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. അപ്പോൾ ആ മാക്സിമം എന്താ പറയുക, ഡൈല്യൂഷൻ നമ്മൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ 0യിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് എന്ത് ചെയ്യുക? മൊളാർ കണ്ടക്ടിവിറ്റി ബിക്കംസ് മാക്സിമം. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുക. ആ കണ്ടക്ടിവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെത് ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും, പക്ഷെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫിൽ നിന്ന് കിട്ടൂല. അപ്പോൾ അതെങ്ങനെ സാറേ കിട്ടിക്കുക? അതിനാണ് കോൾറാഷ്യസ് ലോ നമ്മൾ ഉപയോഗിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോയ. അതായത് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോലൈറ്റിലുള്ള കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മാണ്. അത്രയേ ഉള്ളൂ. നോക്കൂ, ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്, ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. കാറ്റയോണുകളുടെയും ആനയോണുകളുടെയും എന്താ പറയുക, ഇൻഡിവിജ്വൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മാണ്
ആ ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയൂടാ? ഫോർ എക്സാമ്പിൾ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl എങ്ങനെ കാണുക? ഇതിലുള്ള കാറ്റയോൺ ആരാ? ഇതിലുള്ള കാറ്റയോൺ Na+. അപ്പോൾ അയാളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് 1 ഇൻറ്റു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na+. കേട്ടോ. കാര്യം ഇവിടെ ഒരു Na+ ഉണ്ടാവും, അതുകൊണ്ട് 1 ഇൻറ്റു എന്ന് ഇടണം. 1 ആയതുകൊണ്ട് ഇടേണ്ട ആവശ്യമില്ല. അടുത്തത് 1 ഇൻറ്റു Cl- ഒന്നല്ലേ ഉള്ളേ, അപ്പോൾ അത് 1 ഇൻറ്റു എന്ന് ഇടണ്ട. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl-. ഇതാണ് പരിപാടി. ഇനി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയം ക്ലോറൈഡ് ആണെങ്കിലോടാ, അലുമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ അവിടെ ഒരു അലുമിനിയം 3+ ഉള്ളത്. 1 ഇൻറ്റു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയം 3++. പക്ഷെ ഒരു ക്ലോറിൻ ആണുള്ളത്, അല്ലെങ്കിൽ ഒരു Cl- ആണുള്ളത്. അല്ല, 3 Cl- ഉണ്ട്. അപ്പൊ 3 ഇൻറ്റു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഒരു Cl-. ഇങ്ങനെയാ ചെയ്യുക. അപ്പൊ ഒന്നുമില്ല, ഒരു ഇലക്ട്രോലൈറ്റിലുള്ള എല്ലാ കാറ്റയോണുകളുടെയും എല്ലാ ആനയോണുകളുടെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ മക്കളെ? പോയിന്റ് ക്ലിയർ അല്ലേ? പോയിന്റ് ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ കോൾറാഷസ് ലോന്റെ 2 അപ്ലിക്കേഷൻ അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. ഒന്നെന്താ? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അപ്ലിക്കേഷൻ. രണ്ടാമത്തത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാ. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഇതിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത്തത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് രണ്ടും ആരുടെ അപ്ലിക്കേഷനാ? കോൾറാഷസ് ലോന്റെ അപ്ലിക്കേഷൻ. മക്കളെ, ഇത് രണ്ടും ആരുടെ അപ്ലിക്കേഷനാന്ന് പറ? കോൾറാഷസ് ലോന്റെ അപ്ലിക്കേഷനാണ്. അടുത്തതിലേക്ക് പോവാം. ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കോൾറാഷസ് ലോ ഉപയോഗിച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ല. ഹൗ ഡു ഗാൽവനിക് സെൽ ഡിഫർ ഫ്രം ഇലക്ട്രോലിറ്റിക് സെല്ല്? മക്കളെ, ഗാൽവനിക് സെല്ല് എന്ന് പറഞ്ഞാൽ അവിടെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലാണ്. എന്നാൽ ഇലക്ട്രോലിറ്റിക് സെല്ല് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലാണ്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത് എന്താണ്? ഗാൽവനിക്. ഇലക്ട്രിക്കലിനെ കെമിക്കലാക്കി മാറ്റുന്നതോ ഇലക്ട്രോലിറ്റിക്. മറന്നു പോകരുത്. അവിടെയാണ് ഫാരഡേന്റെ 2 ലോസ് നമ്മൾ പഠിക്കേണ്ടത്. ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട് 2 ലോകളാണ് മൈക്കൽ ഫാരഡേ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഏതൊക്കെയാ മക്കളെ 2 ലോസ് പറ? ഏതൊക്കെയാ 2 ലോസ്? അതിലൊന്ന് ഫാരഡേന്റെ ഫസ്റ്റ് ലോ. എന്താ ഫസ്റ്റ് ലോ പറയുന്നത്? ഒന്നുമില്ല, ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഇലക്ട്രോലൈറ്റിലൂടെ കടത്തിവിടുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. അത്രയേ ഉള്ളൂ. ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ഇലക്ട്രോഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോയിങ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അതായത് amount of substance M deposited or liberated is directly proportional to quantity of electricity. Proportionality is an equal ആക്കാൻ ഒരു കോൺസ്റ്റന്റ് വേണം, അതാണ് Z. അപ്പോൾ ZQ എന്ന് വരും. M is equal to Z. Q എന്ന് പറഞ്ഞാൽ IT ആണ് എന്ന് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. I എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് ആണ്, T എന്ന് പറഞ്ഞാൽ ടൈം ആണ് എന്നുള്ള കാര്യം മറക്കണ്ട. ഓക്കെ. Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് ആണ്. എന്താണ് എൻ്റെ പേര്? ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ്. നോക്കൂ, പ്രോബ്ലം നോക്കൂ. ഒരു സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് 20 മിനിറ്റ് ഇലക്ട്രോളിസിസ് നടത്തി 1.5 ആംപിയർ കറണ്ടാ പാസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എത്ര കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തു? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇസ് ഈക്വൽ ടു Z ഇൻറ്റു Q. Q എന്ന് പറഞ്ഞാൽ IT. സോ Z ഇൻറ്റു I ഇൻറ്റു T. അതിൽ I എന്ന് പറയുന്നത് 1.5 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. T എന്ന് പറഞ്ഞാൽ 20 മിനിറ്റാ. അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് സെക്കൻഡിലേക്ക് മാറുമെന്നും അറിയാം. എന്താ സാറേ Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ്. അതെങ്ങനെയാടാ കിട്ടുക? ഇക്വലന്റ് മാസ് ഡിവൈഡഡ് ബൈ ഫാരഡേ കോൺസ്റ്റന്റ്. സാറേ, ഇക്വലന്റ് മാസ് എങ്ങനെയാ കിട്ടുക? അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി. കോപ്പറിന്റെ അറ്റോമിക് മാസ് 63 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വാലൻസി 2 ആണ്. അപ്പൊ 63/2 ചെയ്യുക, അതിനെ ഫാരഡേ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ Z കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആ ഡെപ്പോസിറ്റ് ചെയ്തത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നുമില്ല,
ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. ഇതിനെയാണ് ഫാരഡേൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയാം. എന്താ ഫാരഡേൻ്റെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്? അത് ഡിഫൈൻ ചെയ്യാനിടയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താ അറിയോ? സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വ്യത്യസ്ത സബ്സ്റ്റൻസുകളുടെ സൊല്യൂഷനുകളിലൂടെ നമ്മൾ പാസ് ചെയ്യാം. എന്താ മക്കളെ ചെയ്യേണ്ടേ? സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഡിഫറെൻറ്റ് സബ്സ്റ്റൻസുകളുടെ സൊല്യൂഷൻസിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന അല്ലെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അവരുടെ കെമിക്കൽ ഇക്വലൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ, അല്ലെങ്കിൽ അവിടെ ഇക്വലന്റ് വെയിറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഒന്ന് നോക്ക്. It states that same quantity of electricity is passed through the solutions of different substance. വ്യത്യസ്ത സബ്സ്റ്റൻസുകളുടെ സൊല്യൂഷനുകളിലൂടെ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ്, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്താ? ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദർ കെമിക്കൽ ഇക്വലൻസ്. അവരുടെ കെമിക്കൽ ഇക്വലൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കെമിക്കൽ ഇക്വലൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. ഇത് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാനാണ് പൊതുവെ എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ ആണല്ലോ മക്കളെ? യെസ്. ഇനി അറിയേണ്ടത് ബാറ്ററി. മക്കളെ, ബാറ്ററി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഗാൽവനിക് സെല്ല് തന്നെയാണ്. അതായത് കെമിക്കൽ റിഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഗാൽവനിക് സെല്ല് തന്നെയാണ് ബാറ്ററി. രണ്ട് തരം ബാറ്ററികളുണ്ട്. ഒന്ന് പ്രൈമറി ബാറ്ററി, രണ്ട് സെക്കൻഡറി ബാറ്ററി. ഇത് രണ്ടും തമ്മിലുള്ള ഒരു രണ്ട് ഡിഫറൻസ് മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രൈമറി ബാറ്ററിയിൽ നടക്കുന്നത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, സെക്കൻഡറിയിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ. പ്രൈമറി റീചാർജ് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡറി റീചാർജ് ചെയ്യാൻ പറ്റും. പ്രൈമറി വളരെ ഷോർട്ട് ലൈഫുള്ള വളരെ കോസ്റ്റ് കുറവുള്ള ബാറ്ററി ആണെങ്കിൽ ആ സെക്കൻഡറി ബാറ്ററി ലോങ് ലൈഫുള്ള എന്താ പറയുക വളരെ കോസ്റ്റ് കൂടുതലുള്ള ബാറ്ററിയാണ്. അതിൻ്റെ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്ക്. ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും പ്രൈമറി ബാറ്ററിയുടെ എക്സാമ്പിളാണ്. നിക്കൽ കാഡ്മിയം ലെഡ് സ്റ്റോറേജും സെക്കൻഡറി ബാറ്ററിയുടെ എക്സാമ്പിളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് മക്കളെ, നിങ്ങളൊരു ഫുൾ മാർക്കൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും നിക്കലും കാഡ്മിയം ലെഡ് സ്റ്റോറേജും ഡീറ്റെയിൽ ആയി പഠിക്കണം. ഓക്കെ, എങ്ങനെയാ സാർ ഡീറ്റെയിൽ ആയി പഠിക്കുക? ഇങ്ങനെ അതിലുള്ള ആനോഡ് ആരാ, അതിലുള്ള കാഥോഡ് ആരാ, ഇലക്ട്രോലൈറ്റ് ആരാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്, അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ഇതൊക്കെ സമയമെടുത്ത് പേപ്പറിൽ എഴുതി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോഴാണ് നമ്മൾ ഫുൾ മാർക്ക് എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുക. ഇവിടെ എനിക്ക് വേറൊന്നും പറയാനില്ല. ഇത് നിങ്ങൾ പേപ്പറിലേക്ക് എഴുതിയെടുക്കുന്നു, അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് എഴുതി നിങ്ങളുടെ തലച്ചോറിലേക്ക് അത് കയറ്റുക എന്നുള്ളതാണ് ഇവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്. മക്കളെ, ചാപ്റ്റർ സൊല്യൂഷൻ പോലെ അല്ല എന്ന കാര്യം ഇതിനകം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കുറച്ച് ലെവൽ കൂടുതലാണ്, കുറച്ച് പഠിക്കാൻ ചിലപ്പോൾ കുറച്ചധികം സമയം എടുക്കും, സ്വാഭാവിക. സാറേ, ഇത് നിങ്ങൾ മാത്രം നേരിടുന്ന പ്രശ്നമാണോ? ഒരിക്കലും അല്ല. എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന അതേ പ്രശ്നമാണ്. സൊല്യൂഷൻ പഠിച്ച അത്ര എളുപ്പത്തിൽ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത്. പക്ഷെ പിന്മാറരുത്. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിക്കരുത്. പേപ്പർ എടുത്ത് എഴുതി പഠിക്കുന്നവരെ റിവൈസ് ചെയ്യുക. ഒന്നോ രണ്ടോ എത്ര ദിവസം വേണമെങ്കിലും എടുത്തോ, പക്ഷെ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാ. പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് പഠിച്ചിരിക്കണം. നോക്കൂ, അതേപോലെ മെർക്കുറി സെല്ല്, അതേപോലെ ലെഡ് സ്റ്റോറേജ്, അതേപോലെ നിക്കൽ കാഡ്മിയം നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തണം. എല്ലാം ഒറ്റയിരുത്തത്തിന് പഠിക്കണം എന്നില്ല. സമയമെടുത്ത് ബ്രേക്ക് എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നായിട്ട് പഠിക്കണം. അങ്ങനെ ഈ 4 സെല്ലുകൾ മക്കൾ പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഒരു കാര്യമുള്ളത്, ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇതിനേക്കാൾ എത്രയോ തവണ എക്സാമിന് ചോദിച്ചത് ഫ്യൂവൽ സെല്ലാണ്. ഫ്യൂവൽ സെല്ലിൽ 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റാണ്. എന്താണ് ഫ്യൂവൽ സെല്ല്? അതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ വരക്കാൻ അറിയണം, അതിൻ്റെ റിയാക്ഷൻ പഠിക്കണം, അതിൻ്റെ അഡ്വാൻറ്റേജ് പഠിക്കണം. ഇങ്ങനെ 4 കാര്യങ്ങൾ ഫ്യൂൽ സെല്ല് പഠിക്കാണ്ട്. എന്താ ഫ്യൂൽ സെല്ല്? ഫ്യൂൽ സെല്ല് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും മീത്തൈനും അതേപോലെ മെത്തനോളൊക്കെ പോലെയുള്ള ഫ്യൂവൽസ് ഉണ്ടല്ലോ,
ആ ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോൾ അഥവാ ഫ്യൂൽസിന് കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിയെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലാണ് ഫ്യൂൽ സെല്ല്. നോക്കൂ, ഇതൊരു ഗാൽവനിക് സെല്ലാണ്. ഈ ഗാൽവനിക് സെൽ എന്താ ചെയ്യുന്നത്? വിച്ച് കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂൽസ് ലൈക്ക് ഹൈഡ്രജൻ, മീത്തേൻ, മെത്തനോൾ എക്സെട്ര ഡയറക്ട്ലി ടു ഇലക്ട്രിക്കൽ എനർജി. ഈ ഫ്യൂൽസിന് കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിയെ നേരിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഗാൽവനിക് സെല്ലാണ് ഫ്യൂൽ സെൽ. അതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ല്. ഇതിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ വരച്ചു പഠിക്കുക. ഓക്കെ, എന്നിട്ട് ആനോഡിലും കാഥോഡിലും നെറ്റായിട്ട് നടക്കുന്ന റിയാക്ഷൻ പേപ്പറിൽ എഴുതുക, ബൈ ഹാർട്ട് ചെയ്യുക. അത് എഴുതിയെടുക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അത് പേപ്പറിലേക്ക് എഴുതിയെടുക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. ഇതിന്റെ അഡ്വാൻറ്റേജ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒന്നെന്താ അറിയോ? എത്ര കാലം നിങ്ങൾക്ക് റിയാക്റ്റൻസിനെ സപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്ര കാലം ഇത് വർക്ക് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത്, നേരത്തെ നമ്മൾ പറഞ്ഞ സെല്ലിനേക്കാളൊക്കെ ഹൈലി എഫിഷ്യൻ്റ് ആണ് ഗാൽവനിക് സെല്ല്. മൂന്നാമത്തത്, ഇത് എക്കോ ഫ്രണ്ട്ലിയാ, ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. പിന്നെ ഇവിടെ നമുക്ക് ഓവറോൾ ആയിട്ട് കിട്ടുന്ന വാട്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാം എന്നുള്ളതും നമ്മൾ എന്തായിട്ടാണ് പറയാറുള്ളത്? ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് പറയാറുള്ളത്. ഓക്കെ ആണല്ലോ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുക്കുക. അപ്പോൾ ഇവിടെ ആ 4 സെല്ലിൻ്റെ കേസ് ആവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ 4 സെല്ലിൻ്റെ കേസ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഫ്യൂൽ സെല്ലിൻ്റെ കേസ് ആവട്ടെ, അതൊക്കെ സമയമെടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. ഒറ്റ ഇരുത്തത്തിന് ചിലപ്പോൾ നമുക്ക് എല്ലാം കൂടെ പഠിക്കാൻ കഴിയില്ല. സമയമെടുത്ത്, ബ്രേക്ക് എടുത്ത്, കുറച്ച് ദിവസങ്ങൾ എടുത്ത് പഠിക്കേണ്ട സാധനമാണ് കേട്ടോ. യെസ്. ഇനി മക്കളെ, കൊറോഷൻ. എന്താ കൊറോഷൻ? അതായത് മെറ്റൽസ് അറ്റ്മോസ്ഫിയറിലുള്ള എയറും വാട്ടർ വേപ്പറും കാർബൺ ഡയോക്സൈഡും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് മെറ്റൽസിൻ്റെ ഓക്സൈഡുകളും മറ്റു കോമ്പൗണ്ടുകളൊക്കെ ഉണ്ടാവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? കൊറോഷൻ. ആ കൊറോഷൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്. മക്കളെ, അതിൻ്റെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഒന്നുമില്ല, മെറ്റലിൻ്റെ സർഫസിലുള്ള ഒരു പോയിന്റിൽ മെറ്റൽ എന്ത് ചെയ്യുന്നു? Fe എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണ് വിട്ടുകൊടുത്ത് ഓക്സിഡൈസ് ചെയ്യുന്നു. ആ പോയിന്റിനെയാണ് ആനോഡ് എന്ന് പറയാം. ആ ഓക്സിഡൈസ് ചെയ്യാന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കല്ലേ, ആ വിട്ടുകൊടുത്ത ഇലക്ട്രോൺ അവിടുന്ന് മൂവ് ചെയ്ത് മറ്റൊരു പോയിന്റിലെത്തി അവിടെ ഓക്സിജനും H+ഉമായി റിയാക്ട് ചെയ്ത് അവിടെ റിഡക്ഷൻ നടക്കും. ആ പോയിന്റിനെയാണ് കാഥോഡ് എന്ന് പറയാം. അപ്പോൾ അവിടെ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. ഈ Fe എന്ന് പറയുന്ന ആള് ഈ വാട്ടറും ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് Fe2O3 ആയിട്ട് മാറും. മക്കളെ, ആ Fe2O3 വാട്ടറിൻ്റെ കൂടെ നിൽക്കുന്നതിനെയാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയാം. നമ്മൾ എന്തെന്നാ പറയാ? റസ്റ്റ്. അപ്പോൾ ഇതൊന്ന് എഴുതി പഠിക്കണം. ഇതിടയ്ക്കേ ചോദിക്കാറുള്ളൂ, പക്ഷെ ചോദിക്കുന്നതാണെന്നുള്ളത് കൊണ്ട് എഴുതി പഠിക്കണം കേട്ടോ. ഇനി ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്താ മാർഗം? ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പെയിൻറ് ഉപയോഗിക്കാം, വാർണിഷസ് ഉപയോഗിക്കാം, ഗ്രീസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗാൽവനൈസേഷൻ നടത്താം, അല്ലെങ്കിൽ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാക്രിഫൈഷ്യൽ മെത്തേഡ് ഉപയോഗിക്കാം. ഇങ്ങനെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും 2 മെത്തേഡ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി എന്നുള്ള രൂപത്തിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുന്ന കാര്യം. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഇത് നിർബന്ധമായിട്ട് പഠിക്കുക. ഇത് പഠിച്ച് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാം പഠിക്കാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു, അവസാനം പറഞ്ഞ കൊറോഷൻ്റെ റിയാക്ഷൻ ആവട്ടെ, ഫ്യൂൽ സെല്ലിൻ്റെ റിയാക്ഷൻ ആവട്ടെ, 4 സെല്ലിൻ്റെ റിയാക്ഷൻ ആവട്ടെ, ഇതൊക്കെ സമയമെടുത്ത് പഠിക്കുന്നതാണ്. ആ സമയം എല്ലാവരും എടുക്കുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുന്നവരാണ്. ആ സമയമെടുത്ത് പഠിച്ചേ തീരൂ എന്നുള്ള വാശിയോടുകൂടെ പഠിക്കുന്നവരാണ് അവസാനം ഫുൾ മാർക്കിലേക്ക് എത്തുക. അപ്പോൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറേ റിയാക്ഷനാണ്, മാറിപ്പോകുന്നു, മറന്നുപോകുന്നു. ഇതൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവരും ഫേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ കുറച്ച് ആളുകൾക്കേ പറ്റുള്ളൂ. ആ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാവണം. എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.